ഇനി അടുത്തത് ഉത്രാടം നക്ഷത്രമാണ്. ദമ്പതിമാർക്കിടയിൽ മത്സര മനോഭാവം ഉടലെടുക്കാൻ സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിട്ടുവീഴ്ച മനോഭാവം കൈക്കൊള്ളേണ്ടതായിട്ടുണ്ട്. മുൻപിൽ നോക്കാതെ വേഗത്തിൽ തീരുമാനം കൈക്കൊള്ളരുത്. വ്യാപാരത്തിൽ അലസത വെടിഞ്ഞ് കൂടുതൽ ശ്രദ്ധ പുലർത്തുക. അനാവശ്യ ചെലവ് നിയന്ത്രണ വിധേയമാക്കണം. യാത്രകൾ കരുതലോടെ ചെയ്യുക. കള്ളന്മാരിൽ നിന്നും ഉപദ്രവമുണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ ആ കാര്യത്തിലും ഒരു ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്തത് തിരുവോണം നക്ഷത്രമാണ്. ഭയം മനസ്സിനെ പിടികൂടുന്ന ഒരു സാഹചര്യം ഇവരിൽ കാണാനായിട്ട് പറ്റും. ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ അലട്ടും. നിസാര കാര്യങ്ങൾക്ക് പോലും കലഹിക്കുന്ന സ്വഭാവം പ്രകടിപ്പിക്കും. കൂടുതൽ സമയം ജപം ചെയ്യുക. ഉന്നത വ്യക്തികളുമായുള്ള സൗഹൃദം പ്രയോജനപ്പെടുത്തും. ഭക്ഷണത്തിലെ ശ്രദ്ധക്കുറവ് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നതും ഇവരോട് പ്രത്യേകം പറയേണ്ട കാര്യമാണ്. വീഴ്ച, ചതിവ് ഇതൊക്കെയും വരാതെ ശ്രദ്ധിക്കണം. ഇനി അടുത്തത് അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് ശത്രുശല്യം വർദ്ധിക്കും. നയപരമായ തീരുമാനങ്ങളിലൂടെ ഏവരുടെയും പ്രശംസ നേടാനായിട്ട് സാധിക്കും. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ തടസ്സം അനുഭവപ്പെടും. ജോലിയുടെ ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള മാനസിക സംഘർഷം ഏറും. സ്ത്രീകൾ മൂലം അപമാനം കേൾക്കാൻ സാധ്യതയുള്ളതിനാൽ നന്നായി ശ്രദ്ധിക്കുക.